ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ ചില തുരുത്തുകൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. തുരുത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐലൻഡുകൾ, ദ്വീപുകൾ. കൊല്ലം ജില്ലയുടെ ഭാഗമായ തെക്കും ഭാഗത്താണ് ഞാൻ ഈ പറയുന്ന തുരുത്തുകളുള്ളത്. തെക്കും ഭാഗത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നതും. തെക്കും ഭാഗത്തിൻ്റെ ഭാഗമായ ഒരു കടവാണിത്. ഈ കടവിൽ നിന്ന് വള്ളത്തിൽ കയറി വേണം ഈ പറയുന്ന തുരുത്തുകളൊക്കെ കാണാൻ വേണ്ടി പോകാൻ. ഈ തുരുത്തുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയാനാണെങ്കിലുണ്ടല്ലോ, പ്രധാനമായിട്ടും കുറേയേറെ തുരുത്തുകൾ ഇവിടെയുണ്ട്. അതിൽ ഒരു 4 തുരുത്തുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ 4 തുരുത്തിലെ ഒരു തുരുത്തിൻ്റെ വിശേഷം മാത്രം ഞാനിപ്പോൾ പറയാം. അതായത് ആ തുരുത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്മ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോൾ ആ അമ്മ ഇല്ല. ആ അമ്മ മരണപ്പെട്ടു പോയി. അതിനുശേഷം മറ്റു ചിലർ അവിടെ താമസിച്ചിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ ആ തുരുത്തിൽ, ഈ പറയുന്ന ആ തുരുത്തിനകത്ത് ഈ ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ. ആ വീട്ടിൽ ആൾ താമസവും ഇല്ല, ആരുമില്ല. ആ തുരുത്തിലേക്കും നമ്മൾ ഇന്ന് യാത്രയാകും. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്ന് നമ്മൾ നേരിട്ട് ചെന്ന് കണ്ട് മനസ്സിലാക്കും. ഇങ്ങനെ ചില പ്രത്യേകതകൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഓരോ തുരുത്തിലും ഞങ്ങൾ പോകാൻ പോവുകയാണ്, അവിടെ ചുറ്റിക്കറങ്ങി കാണാൻ പോവുകയാണ്. അവിടുന്ന് കിട്ടുന്ന വിശേഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം കൗതുകം തോന്നുന്ന കാഴ്ചകളായിരിക്കും. എന്തായാലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോയിലേക്ക് പോകാം. അതായത് ഈ തുരുത്തിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ റിനോൾഡ് സാറാണ്. അദ്ദേഹത്തിനെ ഞാനെന്നല്ല എല്ലാവരും വിളിക്കുന്നത് ഡോക്ടർ റിനോൾഡ് എന്നാണ്. അദ്ദേഹം ഒരു പ്രമുഖനായ നീന്തൽ താരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഡോക്ടർ റിനോൾഡായി. അദ്ദേഹവും നമ്മുടെ കൂടെ ഇന്ന് ഈ സ്ഥലങ്ങൾ പരിചയപ്പെടുത്താൻ ഒത്തുകൂടും. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഇനി ഇവിടുന്ന് ഈ വള്ളത്തിൽ കയറുന്നത് മുതൽ നിങ്ങൾ കണ്ടോളൂ. ഓക്കെ. അപ്പോൾ ഞങ്ങളിത് ഈ കാണുന്ന ചെറിയ വെള്ളത്തിലാണ് ആദ്യം യാത്ര തുടങ്ങുന്നത്. ഇതിലിരുന്ന് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ പണിയാണ്. എന്നാലും മുന്നോട്ട് വെച്ച കാൽ. ഇദ്ദേഹമാണ് ഞാനില്ല പറഞ്ഞ ലദ്ദേഹം, ഡോക്ടർ റിനോൾഡ്. ഇദ്ദേഹത്തിൻ്റെതാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചെറിയ വെള്ളം. ഇത് ചെറിയ വെള്ളമാണെങ്കിൽ ഇതിനകത്ത് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെയാണ് ഇത് പോകുന്നതും. പണ്ട് ഈ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ തുഴഞ്ഞായിരുന്നു അക്കരെ ഇക്കരെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈസിയാണ്. കൊല്ലം ജില്ലയുടെ ഭാഗമായ ഈ തെക്കും ഭാഗത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്നറിയോ? കൊല്ലത്തുനിന്ന് നമ്മൾ നേരെ നീണ്ടകര അറിയില്ല, നീണ്ടകര. ആ നീണ്ടകര പാലം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. അത് ദളവാപുരം തെക്കുംഭാഗം ഭാഗത്തേക്ക് വരുന്ന വഴിയാണ്. ആ വഴി നേരെ വന്നു കഴിഞ്ഞാൽ തെക്കും ഭാഗത്ത് വരാൻ പറ്റും. അവിടുന്ന് പിന്നെ ഇതുപോലെ ചെറിയ വള്ളത്തിലൊക്കെ കയറി, എഞ്ചിൻ വെച്ച വള്ളങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വള്ളത്തിൽ കയറി നമുക്ക് ഈ ഓരോ തുരുത്തുകളും വിശദമായിട്ട് കാണാൻ പറ്റും. വേണമെങ്കിൽ ഇവിടെ വന്ന് ചെറിയ രീതിയിലൊക്കെ താമസിക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടേറെ തുരുത്തുകൾ ഈ കായലിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തുരുത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയ ചെറിയ പ്രദേശങ്ങളെയാണ് തുരുത്തുകൾ എന്ന് പറയുന്നത്. ഈ തുരുത്തെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഏകദേശം 1 ഏക്കർ 1.5 ഏക്കർ വലിപ്പമുള്ള തുരുത്തുകൾ വരെ ഇവിടെയുണ്ട്. അതിൽ കൂടുതൽ വലിപ്പമുള്ള തുരുത്തുകളും നമുക്കിവിടെ കാണാൻ പറ്റും. എന്തായാലും ഇത് ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ്. കാരണം ചില തുരുത്തുകളിലൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആളുതാമസം പോലുമില്ല. കണ്ടൽക്കാടുകൾ മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ചില തുരുത്തിൽ ഒരു വീട്, ചിലയിടത്ത് കുറച്ചേറെ ആൾക്കാർ, അങ്ങനെ പല രീതിയിലുള്ള ഭാവവും രൂപവും പല തുരുത്തുകൾക്കും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ യാത്രയിൽ കാണാം. അങ്ങനെ തെക്കും ഭാഗത്തുനിന്ന് ഞങ്ങൾ ആ വള്ളത്തിൽ, ആ തോണിയിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആദ്യത്തെ തുരുത്തിലെത്തിയിരിക്കുകയാണ്. ഈ തുരുത്തിൻ്റെ പേര് കൊച്ചുതുരുത്തെന്നാണ്. ഈ തുരുത്തിൽ ഇവിടെ ഇങ്ങനെ കടത്തു വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്. ആ പള്ളിയുടെ ഒരു ഹാളാണ്. ആ ഹാളിനൊക്കെ ഒരുപാട് പഴക്കമുണ്ട്. ഞാൻ അതിനകത്തേക്ക് കയറാം. എന്തായാലും ഈ കടത്തു വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈ ഹാളും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സെമിത്തേരിയും ഉണ്ട്. ആ സെമിത്തേരിയാണ് ദേ അങ്ങ് കാണുന്നത്. മനസ്സിലായത്? പിന്നെ ഇവിടെ അടുത്ത് തന്നെ കുറച്ച് വീടുകളും ഒക്കെ നമുക്ക് കാണാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവരെല്ലാം എനിക്ക് തോന്നുന്നു പള്ളിയിൽ പോയിരിക്കുക. അതുകൊണ്ട് ആ വീട്ടിലെങ്ങും ആരും ഉണ്ടാവില്ല. ഏതായാലും വന്ന് ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് നല്ല മഴയാണ്. മഴ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ നല്ല ഉഗ്രൻ, നല്ല അടിപൊളി കാഴ്ചയാണ്. കണ്ടോ? ഇതിൻ്റെ അങ്ങേ കരയ്ക്കായിരുന്നു ഞങ്ങൾ വന്നത്. അതായിരുന്നു തെക്കും ഭാഗം. അവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ. ഇവിടെ വന്നിറങ്ങിയപ്പം പള്ളിയിൽ അതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രാർത്ഥനയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ആ
പള്ളിമുറ്റത്തേക്കൊന്ന് പോവുകയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കടത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് ഈ ചർച്ച് തന്നെയാണ്. ഇതിലെയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. മഴ പെയ്ത് കുറച്ച് തെറ്റലൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. ഇതൊരു വീടാണോ? അതെ. ഓ ശരി. അടുത്തുള്ളതാണ് പള്ളി, തൊട്ടപ്പുറത്ത് കാണുന്നത് അല്ലേ? അതെ. ഓക്കെ. വളരെ കുറഞ്ഞ ആൾക്കാര്, കുറഞ്ഞ വീടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അവർക്ക് തന്നെ ഒരു പള്ളി. ആ ശരി. ഇതെന്തോ ഈ ടാങ്ക്? ഇത് വാട്ടർ ടാങ്ക് ആണ്. ഇത് പഴയ കാലത്തെ ക്യൂസസിന്റെ ഒരു സ്കീം പ്രകാരം വന്നിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക്. ഇതിലിപ്പോ വാട്ടർ ടാങ്കാ, അത് ഉപയോഗിക്കാം. ഇവിടെ ഉള്ളവർക്കുള്ള വെള്ളം ഇതിനകത്താണോ? അല്ല, ഓരോ വീട്ടുകാർക്കും ഇത് കൊടുത്തിട്ടുണ്ട്. ക്യൂസസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ ടാങ്ക്? ഇത്രയും വലിപ്പമുള്ളത്? അതെ. ആ ഓക്കെ. ഇനി ഞാൻ കുറച്ച് നിശബ്ദനാവും, കാരണം പള്ളിയിൽ ചടങ്ങ് നടക്കുകയാണ്. ഓക്കെ, ഇതിലേ പോകണം ഫ്രണ്ടിൽ. മഴ ആയതുകൊണ്ട് മൊത്തം ചള്ളയാണ്, ചെളിയാണ്. ഞങ്ങളങ്ങനെ ആ പള്ളിയുടെ പിൻവശത്തു കൂടി നടന്ന് ആ പള്ളിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത് സെൻറ്റ് ജോസഫ് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ തുരുത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ തന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എൻ്റെ പേരെന്താ? എൻ്റെ പേര് ലാലു. ലാലു. ഓക്കെ. ഇവിടുത്തെ താമസക്കാരനാണ്. ഇവിടെ മൊത്തം എത്ര വീടുകളുണ്ട്? വീടുകൾ 40-45 വീടുകളുണ്ട്. 45 വീടുകളുണ്ട്. 45 വീടെല്ലാം കൂടുതലും ഞങ്ങൾ പരമ്പരാഗതമായി മത്സ്യബന്ധനം തൊഴിലാളിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇപ്പോൾ ഇവിടെ പിന്നെ സർക്കാർ ജീവനക്കാരൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം കായലുമായിട്ട് അനുബന്ധമായതുകൊണ്ട് എല്ലാവരും ഈ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഈ ആൾക്കാർ നേരിടുന്നുണ്ട്. നമ്മുടെ ഇവിടെ സ്ഥലത്ത് ഇപ്പോൾ വള്ളം മാത്രമേ ഉള്ളൂ. വള്ളം മാത്രമാണ് ഏക ആശ്രയം. അപ്പോൾ നമുക്ക് എല്ലാ വീട്ടുകാർക്കും ഓരോ വള്ളം, 1, 2, 3. നമ്മളെ സാധാരണ റോഡ് സൈഡ് ആണെങ്കിൽ കാറും ബൈക്കും പോലെ 2, 3 വലിയ വള്ളങ്ങൾ, ചെറിയ വള്ളങ്ങൾ മുതലായ വള്ളങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെയാണ് യാത്ര. പിന്നെ നമ്മൾ ഏറെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യാത്രാക്ലേശം ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. കാരണം നമ്മുടെ ഈ മഴ സമയത്ത് കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിട്ടേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിനും മറ്റ് ആശുപത്രി അത്യാവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കാലകാലങ്ങളായി മാറി വരുന്ന സർക്കാരുകൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ സർക്കാരുകളായാലും ഇനി വരുന്നതായാലും നമുക്ക് പാലം കാടംപോലെ കൊച്ചുരുത്ത് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുമതിയും ഭരണാനുമതിയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കുകൾ ഇതുവരെ പാലത്തിനെ കുറിച്ചുള്ള ഒരു രീതി നമ്മുടെ മുമ്പിൽ ഒരു ചിത്രം എത്തിയിട്ടില്ല. കാരണം ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ എപ്പോഴും കാത്തിരിക്കുക. പ്രതീക്ഷ ഞങ്ങൾ ഇപ്പോഴും കൈവിടുന്നില്ല. അതെ, അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇവിടുത്തെ ഈ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ റോഡുമായിട്ട് നല്ല, അതായത് വണ്ടി സൗകര്യമൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ള വീടുകൾ പോലെ തന്നെ ഉണ്ട്. അപ്പൊ ഇതിനെ ഈ സാധന സാമഗ്രികളൊക്കെ എങ്ങനെയായിരിക്കും കൊണ്ടുവന്നത്? വീട് എല്ലാ സാധനങ്ങളും വള്ളത്തിൽ തന്നെ. അത് ഒരുപാട് എക്സ്പെൻസ് ആണ്. ഇപ്പം നമുക്ക് ഒരു 15 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ അതിനൊരു 5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് അധികമാവും. അത്രയും സാധന മെറ്റീരിയൽസ് നമ്മൾ വള്ളത്തിൽ തന്നെ മറുകരയെ കൊണ്ടുവന്നിട്ട് അതിനെ ആശ്രയിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ മറുകരയിലോട്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനുമായിട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ 2 ആഴ്ച നമ്മൾ ഒന്നിച്ചാണ് അന്നേരം പോയി വാങ്ങിയല്ലോ, ഒന്നിച്ച് സാധനം വാങ്ങിക്കൊണ്ട് എന്നാലല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മീനൊക്കെ കിട്ടും. മീനൊക്കെ സുഖമായിട്ട് കിട്ടും. പക്ഷേ എങ്കിലും അതുമല്ല, കായലിൽ ഇങ്ങനെ ഒരുപാട് പ്രകൃതി തന്നെ മൊത്തത്തിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാലാവസ്ഥയല്ല ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത്. ഇപ്പം കായൽ തന്നെ ഇപ്പം അടിത്തട്ടുകളെല്ലാം പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞ് അടിത്തട്ട്. കാര്യം നേരത്തെ ഇതിന് മുന്നേ ഇവിടെ ഒരാളോളം വെള്ളമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം മുട്ടിലിപ്പം പോലും വെള്ളമില്ല.
ഓ ആ ഒരു ആഴം കുറഞ്ഞു. ആഴം കുറഞ്ഞു. കാര്യം അശാസ്ത്രീയമായിട്ടുള്ള പരിപാടികളാണ് മൊത്തം കായലിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കുട്ടികളൊക്കെ സ്കൂളുകളിലൊക്കെ പോകുന്നതൊക്കെ എങ്ങനെ എല്ലാം വെള്ളത്തിലാണ്? എല്ലാവരും വെള്ളത്തിലാണ്. അപ്പൊ പഞ്ചായത്തിന്റെ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ നമ്മൾ സ്കൂളിൽ പോകും എന്ന് പറയും. ഇപ്പം ഇവിടുത്തെ കുരിശുമൂട് ഇത് ഇവിടെ നമ്മളവിടെ കയറുന്ന നാഷണൽ ഹൈവേ. നമുക്ക് ഇവിടുന്ന് വള്ളത്തിൽ ചെന്നാൽ ഒരു 100 മീറ്റർ പോലും ദൂരമില്ല നാഷണൽ ഹൈവേയിലൂടെ പ്രവേശിക്കുന്നതിന്. പിന്നെ അത് തെക്കും ഭാഗം, ഇത് പനക്കത്തിരുത്ത് മണ്ണാത്ര ഭാഗം എന്ന് പറയും. അവിടുന്ന് അപ്പുറത്ത് തളാപുരം, ഇതെല്ലാം. ഇത് പുത്തൻത്ര. പള്ളിമുറ്റത്തുനിന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അത് എങ്ങോട്ടാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അവർ മുന്നേ പോകുന്നുണ്ട്, ഞാൻ അതിൻ്റെ തൊട്ട് പുറകെ വരുന്നുണ്ട്. ഈ മഴ പെയ്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടേ നമ്മൾ ചവിട്ടുന്നത് നോക്കിയും കണ്ടും ചവിട്ടിയില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് കണ്ടോ, ഈ വഴിയൊക്കെ വലിയ കഷ്ടമാണ് സത്യത്തിൽ. ഈ സമയത്തൊക്കെ ഇവിടുത്തെ ജീവിതം വലിയ കഷ്ടം തന്നെയാണ്. ഈ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു തുരുത്തിലാണ് നിൽക്കുന്നതെന്ന് ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ സാധാരണ വണ്ടിയൊക്കെ വന്ന് കയറാൻ സൗകര്യമുള്ള ആക്സസ് ഉള്ള പല സ്ഥലങ്ങളിലെയും വീടുകൾ പോലെ തന്നെയാണ് ഈ വീടുകൾ ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ സാധനങ്ങളൊക്കെ, ഈ വീട് പണിയുന്നതിനുള്ള കംപ്ലീറ്റ് സാധനങ്ങളും വള്ളത്തിലാണ് അക്കരെ നിന്ന് ഇക്കരയിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ സാധാരണ പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീട്ടിലേക്ക് പോകാൻ പ്രത്യേകിച്ച് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇങ്ങനെ വഴിയൊന്നുമില്ല, കാണുന്ന വഴിയെ കയറി പോവാം, ഒരു പ്രശ്നമില്ല. ഞാൻ ഈ വഴിയെ ഒന്ന് നടക്കാൻ പോവാം. ഇവിടെ കക്ക ഉണ്ടെന്നാ പറഞ്ഞ, നല്ല ഫ്രഷ് കക്ക. കക്ക എന്ന് പറഞ്ഞാൽ കക്ക ഇറച്ചി അറിയാലോ. ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഇതൊക്കെ ഉണ്ടാവും. ഇതാ കക്കയുടെ തോടാണ്. ഈ കക്കയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഇവിടെ ഈ വള്ളത്തിനകത്ത് അവർ വാരിയെടുത്ത് ഈ വള്ളത്തിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്, വൃത്തിയാക്കി വെച്ചിരിക്കുക. ഇതേ കണ്ടോ, നല്ല ഫ്രഷ് കക്ക അവർ ഈ കായലിൽ നിന്ന് വാരി ഈ വള്ളത്തിനകത്ത് വെച്ചിരിക്കുകയാണ്. അതിലെ അഴുക്കും ബാക്കിയുള്ള മാലിന്യങ്ങളും എല്ലാം മാറ്റി വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി അത് കൊണ്ടുവന്ന് ഏതെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുവന്ന് കൊടുക്കും. മാർക്കറ്റിലാണോ കൊടുക്കുന്നത്? വീടുകൾ തോറും കൊടുക്കും. രാജീവാണോ ഈ കക്ക എത്ര മാരി? ഞാൻ തന്നെ വാരി. രാവിലെ എത്ര മണിയാകുമ്പോൾ? ഒരു 4 മണിയാകുമ്പോൾ ഇറങ്ങും. വെളുപ്പിന് 4 മണിക്ക്? 4 മണിക്ക്. 4 മണിക്ക് ഇറങ്ങി വാരി ഒരു 7-8 മണിയാകുമ്പോൾ കടയെടുക്കും. ഒറ്റയ്ക്ക്. നല്ല തണുപ്പൊക്കെ അല്ലേ? മഴയും തണുപ്പൊക്കെ ആണ്. അതെല്ലാം എന്തായാലും കൂടുതൽ നമ്മൾ ജീവിക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കരക്കിട്ട് എല്ലാം പറക്കി വൃത്തിയാക്കി മൊത്തം ക്ലീൻ ചെയ്യും. അക്കരെ കൊണ്ടുപോയി അവിടുന്ന് വണ്ടി കയറ്റി നമ്മുടെ വണ്ടിയുണ്ട്, വണ്ടിക്കകത്ത് തന്നെ കയറ്റി കൊണ്ടുപോകും. ഇപ്പം ഞങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് തൊഴാനൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സന്തോഷത്തിൽ പോകുന്നു. പിന്നെ ഈ പാലം ഉണ്ടെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വിഷമം. വള്ളം വിട്ട് പോകുമ്പം അവിടെ വെച്ചാണ് വെള്ളം മുങ്ങുന്ന മറിക്കുന്നു, അങ്ങനെ നോക്കി നിന്നാൽ വള്ളം വിട്ട് പോകുന്നത്. എങ്ങും പോകത്തില്ല, ആവശ്യമൊക്കെ വന്നാലേ മാത്രം പോകത്തുള്ളൂ. ഇവിടെ തന്നെ. ബാക്കി എല്ലാ ദിവസവും മീൻ എടുക്കാൻ പോകും. നീണ്ടാരെ പോയി മീനെടുത്ത് തട്ടാശ്ശേരി പോയി വിൽക്കും. വിറ്റിട്ട് പിന്നെ ആട്ടോയ്ക്കകത്ത് ഇവിടെ ചവറ വന്ന് ഇങ്ങോട്ട് വള്ളത്തിൽ വരും. രാവിലെ പോകും, വെള്ളം കൊണ്ടുപോകും. എപ്പോഴും ഇവിടെ തന്നെ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വീട്ടില്ല സമയം. പിന്നെ മരണമോ പൂജയോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പിന്നെ പോകും. പോകും. എനിക്കായിട്ട് വെള്ളമുണ്ട്. അവർക്കെല്ലാം ഉണ്ട്. ഓരോന്നോരോന്നും മക്കള്. അപ്പൊ ഇതൊക്കെയാണ് കൊച്ചു തുരുത്തിലെ കൊച്ചു വിശേഷങ്ങൾ. ഇനി ഇവിടുന്ന് മറ്റു തുരുത്തുകൾ കാണണ്ടേ, അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ്. അതിനായിട്ട് നമ്മുടെ കൂടെ നേരത്തെ കണ്ട കക്ഷി, പേര് ഞാൻ മറന്നുപോയി. പിന്നെ ലാലുവിന്റെ സ്വന്തം വള്ളമാണോ? സ്വന്തം വള്ളം.
എന്നാലും ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോ എനിക്ക് വാസ്കോഡ ഗാമ ഓർമ്മ വരുന്നു. ഇതിപ്പോ മുണ്ടെടുത്ത വാസ്കോഡ ഗാമ. അവിടെ ഒരു കുരിശ് കാണും, കാക്കാത്തി കുരിശ്. ആ കുരിശിന്റെ പേരാണ് കാക്കാത്തി കുരിശ്. എന്തായിരുന്നു അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. കാക്കാത്തി കുരിശ് പണ്ട് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് അത്. നമ്മൾ ആ തുരുത്തിലേക്കാണോ പോകുന്നത്? കൊച്ചുരുത്തിന്റെ കിഴക്ക് വശത്തുള്ള പ്രദേശമായത്. അങ്ങ് കാണുന്നത്, അക്കരെ കാണുന്നത് ഇത് കൊച്ചുരുത്ത് തന്നെയാണ്. അതിന് തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞു രണ്ട് തുരുത്തുകൾ ചേരുന്നതാണ് കൊച്ചുതുരുത്ത്. ഓക്കെ, നേരത്തെ പറഞ്ഞു. ഇത് കണ്ടോ, ഇതൊരു മീൻ കൂടാണ്. മീൻ പിടിക്കുന്നതിനുള്ള ഒരു വേറൊരു ട്രിക്കാണ്, വളർത്താനുള്ള മീനെ വളർത്തുന്ന. ശരി ശരി ശരി. ഡേ കണ്ടില്ലേ, ആ പയ്യന്മാര് അവിടെ നിന്ന് മീൻ പിടിക്കുകയാണ്. അമ്മമാര് രാവിലെ ഒരു ചെറിയ വള്ളം എടുത്തുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുന്ന തുരുത്ത് ഏതാണെന്ന് അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞു, കൊച്ചുതുരുത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മൾ വന്നിറങ്ങിയത് കൊച്ചുതുരുത്തിന്റെ ഒരു ഭാഗം, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കൊച്ചുതുരുത്തിന്റെ വേറൊരു ഭാഗമാണ്. ഈ തുരുത്തുകൾ തമ്മിൽ അകലം കുറവായതുകൊണ്ട് ഒരു മഹാഭാഗ്യമുണ്ട്. അതിന്റെ കാരണം ഇവിടെ കണ്ടില്ലേ, ഇലക്ട്രിസിറ്റി കിട്ടാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ വേറൊരു ദ്വീപിലേക്ക് പോവുകയാണ്. കൊച്ചുതുരുത്തിന്റെ തന്നെ ഒരു ഉപദ്വീപാണ്. സാറേ, ഈ നമ്മളിനി പോകുന്ന ആ ഒരു തുരുത്തിന്റെ പേരെന്താ? കൊച്ചുതുരുത്ത് തന്നെ, അതിന്റെ ഒരു കൊച്ചുതുരുത്തിന്റെ ഭാഗമാണ്, ഉപദ്വീപ. അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ കുറെ ആൾക്കാർ വലയൊക്കെ എടുത്ത്, അത് കടലിൽ പോകാനായിട്ടായിരിക്കും. അതെ അതെ അതെ, മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് വല കഴുകുകയാണ്. വല കഴുകുകയാണ്. ഓക്കെ. സാറേ, ഈ തുരുത്തില് എത്ര വീടുകൾ ഉണ്ടാവും? ഒരു വീടേ ഉള്ളൂ. വീടേ ഉള്ളൂ ഇവിടെയും. ആദ്യം 3 വീടുണ്ടായിരുന്നു, അതിൽ 2 പേര് ഇവിടുന്ന് മാറിപ്പോയി. ഇപ്പൊ ഉള്ളത് ഇതിന്റെ ഉടമസ്ഥൻ രാഘവൻ മുതലാളിയാണ്. അദ്ദേഹത്തിന്റെ മക്കളാണ് ഇവിടെ താമസിക്കുന്നത്, ഈ തുരുത്തിൽ താമസിക്കുന്നത്. ഈ തുരുത്തിന്റെ കൊച്ചുതുരുത്തിന്റെ മൊത്തം സ്ഥലത്തിന്റെ ഉടയനായിരുന്ന രാഘവൻ മുതലാളി. അതെ, അദ്ദേഹമാണ് ഈ അരുന്നുല്ലൂർ പ്രദേശത്തു നിന്ന് ആളുകൾ വന്നപ്പോൾ അവർക്ക് ഇവിടെ താമസ സൗകര്യം കൊടുക്കുകയും പിന്നെ അവർക്ക് ആ വസ്തു കൈമാറ്റം ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. അത് ശരി. പണ്ട് ഇവിടെ ആയിരുന്നു ആലപ്പുഴയിൽ നിന്ന് ആൾക്കാർ വന്നിറങ്ങുന്നതും. ഇവിടുന്ന് ആൾക്കാർക്ക് ആലപ്പുഴയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാനും പറ്റുന്ന ഒരു ബോട്ട് ജെട്ടിയാണത്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. നമ്മൾ നേരത്തെ ആദ്യം വന്നിറങ്ങിയ ആ പള്ളിമുറ്റമാണ് ആ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ആദ്യം വന്നിറങ്ങി. ഇവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത്. ഇതിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. 1-2 ദ്വീപുകൾ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. വിനോദ് സാറേ, ഒരു പാലം ഇല്ലാത്തത് കഷ്ടം തന്നെയാണ് അല്ലേ? ശരിക്കും എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഫീല്. അതെന്താണ്? വിഷമം. കാരണം എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടുകളാണ് അവർക്ക്. അവര് ഇന്നത്തെ കാലത്തിനനുസരിച്ച് അവർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ആ വീട് പോലും വെക്കണമെന്നുണ്ടെങ്കിൽ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് കട്ട ഒക്കെ പിന്നെ ഇതെല്ലാം ഈ വള്ളത്തിൽ, ഇതുപോലെയുള്ള വള്ളങ്ങളിൽ കൊണ്ടുവന്നെങ്കിലല്ലേ പറ്റുള്ളൂ. തന്നെയല്ല, നമ്മളിപ്പോ ഇവിടെ കണ്ടതല്ലേ അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത്. പള്ളിയുണ്ട്, അമ്പലമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്കൊരു പാലം വേണം. ആറാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വർഗരാജ്യമാണ്. കാരണം അതുങ്ങൾക്ക് വേണ്ടുന്നതിനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ആളില്ലാ തുരുത്തിലേക്ക് പോവുകയാണ്. ഭവാനിത്തുരുത്ത് എന്നാണ് ആ തുരുത്തിന്റെ പേര്. അങ്ങ് കാണുന്ന ആ തുരുത്താണത്, കണ്ടോ? ആ തുരുത്തിലേക്കാണ് പോകുന്നത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ എന്നല്ലേ, അതുകൊണ്ട് അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ആവാം. എന്തായാലും ഇവിടുന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്തെ ഒരു പഴയ ഒരു വീട്. അങ്ങനെ ഏകദേശം ഭവാനിത്തുരുത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ ആകപ്പാടെ ഒരു വീടുണ്ട്, ആ വീട്ടിലാണെങ്കിൽ ആരുമില്ല. അപ്പോൾ ഒരു തുരുത്തും ഒരു വീടും മാത്രമേ ഉള്ളൂ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ഒരു വീട് മാത്രമേ ഉള്ളൂ. ആ വീട് അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞ വിവരം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ പണ്ട് കാലത്ത് ഒരു അമ്മ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മയുടെ പേരാണ് ഭവാനി.
അങ്ങനെയാണ് ഈ തുരുത്തിന് ഭവാനി തുരുത്ത് എന്നൊരു പേര് വന്നത്. ഇത് ഇവിടെ തന്നെ കാണാൻ പറ്റും. പണ്ട് കാലത്തെ ഒരു തറവാട് വീട് പോലത്തെ ഒരു വീടും മൊത്തം തടി കൊണ്ടുണ്ടാക്കിയ ഒരു വീട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ വീടൊക്കെ അടുത്ത് ചെന്ന് ഇന്ന് കാണാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇപ്പം ഈ വീട് മൊത്തത്തിൽ അടഞ്ഞു കിടക്കുകയാണ്. കുറച്ചു കാലം വരെ ഒരു റിസോർട്ട് പോലെ ആരോ നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ വാഹന സൗകര്യമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വരില്ലല്ലോ. റിസോർട്ടൊക്കെ ആകുമ്പോൾ വണ്ടിയിൽ വരാനുള്ള സൗകര്യമൊക്കെ വേണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആരും വരാതായി. പിന്നീട് ഇത് അടച്ചിടാനും തുടങ്ങി. ഇവിടെ ഭവാനിയമ്മ ഒറ്റയ്ക്കല്ലേ താമസിച്ചിരുന്നത്? ഒറ്റയ്ക്കല്ലേ ഉള്ളായിരുന്നു? അതാ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കടത്തിറങ്ങുന്നത്. ഇവിടെ ഒരു പടിപ്പുര പോലൊരു സംഭവമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ഒരാൾ ഇവിടെ ഒറ്റയ്ക്കുണ്ട്, ഒരു പൂച്ച. എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഐലൻഡിൽ ഒരാൾ പോലും ഇല്ല, പക്ഷേ ഈ പൂച്ച ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ കഴിയുകയാണ്. അത്യാവശ്യം ഇവിടുന്ന് മീൻ വല്ലതൊക്കെ കിട്ടുമായിരിക്കും. ഞാൻ എൻ്റെ സുഹൃത്താണ് ഇതല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് സംഭവം, ഒന്ന് നോക്കട്ടെ. ആ വീടിൻ്റെ അടുത്തേക്കൊന്ന് പോവാം. കിട്ടുന്നോ കേട്ടോ? ഓ, ഒരു കുഞ്ഞൊരു വീടാണ്, ഒരു കൊച്ചൊരു വീട്. പക്ഷെ മൊത്തം തടിയിലാണ്. ഇതാ കണ്ടില്ലേ? ആള് താമസമില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട്. കണ്ടില്ലേ? കണ്ടോ? ഇതിൻ്റെ 4 വശവും തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇത് പണ്ട് കാലത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നോ അതോ ഇത് അല്ലാതെ പണിഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആണല്ലേ? പഴയ രീതിയിൽ ഈ റിസോർട്ട് വന്ന സമയത്ത് ആ ആ ഇത് ഈ ഭവാനിയമ്മയുടെ കയ്യിൽ നിന്ന് വേറൊരാൾ വാങ്ങിച്ചു, പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വേറൊരാൾ വാങ്ങി. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇത് പിന്നെ റിസോർട്ടാക്കി. ഓ, ആദ്യം ഭവാനിയമ്മയുടെ വീട് ഈ ബാക്കിലെ. ഓക്കെ. ഇനി നമുക്ക് നേരത്തെ കേട്ട ഭവാനിയമ്മ താമസിച്ച വീട്ടിലേക്കൊന്ന് പോകാം. അപ്പോൾ അതെ, ഇതാണ് ആ സ്ഥലം. ഭവാനിയമ്മ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം. പറയപ്പെടുന്നു എന്നല്ല, അത് തന്നെയാണ് വാസ്തവം. അമ്മ ഒറ്റയ്ക്ക് മാത്രമായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മളിപ്പോൾ കേട്ടതുപോലെ ഇത് ഏതൊക്കെയോ റിസോർട്ടിന് വേണ്ടിയിട്ട് വേറെ ആരൊക്കെയോ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്തു. പക്ഷെ ഇപ്പം ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ടേക്കാണ്. ആരുമില്ല, മൊത്തം അടഞ്ഞു കിടക്കുകയാണ്. ഒരു റിസോർട്ടായിട്ടൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യാനാ, ഇങ്ങോട്ട് പ്രോപ്പറായിട്ട് വരാനുള്ള സൗകര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ വള്ളത്തിലൊക്കെ വരണം, വന്നെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അധികം ആൾക്കാർ ഇവിടെ ഒന്നും വരാത്തത്. അങ്ങനെയായിരിക്കാം ഇത് അടഞ്ഞു കിടക്കുന്നതും. സംഭവം കൊള്ളാം, രസമുണ്ട്. നല്ലൊരു വരാന്തയൊക്കെ ഉണ്ട്. ഒരു ചെറിയ തുരുത്തിലാണ് ഈ സംഭവം നിൽക്കുന്നത്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സിമെൻറ്റിൻ്റെ സംഭവമൊക്കെ ബെഞ്ച് പോലൊക്കെ പണിഞ്ഞൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല സാർ, ഇവിടെ പാമ്പും ചേരയൊന്നും കാണത്തില്ലല്ലോ? ഇല്ല. ആളില്ലാത്ത ഒരു സ്ഥലമാണെങ്കിലും അത്യാവശ്യം ഇവിടെ ആരൊക്കെയോ വന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അത്രയ്ക്ക് കാട് കയറിയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം തന്നെയല്ല, ഇവിടെ ഒരു കൃഷിഭൂമി പോലെ കിളച്ചൊക്കെ വളരെ അടുക്കും ചിട്ടയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആളില്ലാത്തുരത്തിൻ്റെ വിശേഷം ഇതായിരുന്നു. എന്തായാലും ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്.
കൊല്ലത്ത് ഇന്ന് ആ കാഴ്ചയെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വേറൊരു തുരുത്തിലേക്ക് പോവുകയാണ്. അത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്, നേരെ കിഴക്ക് വശത്ത്, നേരെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ആ തുരുത്ത്. ഈ തുരുത്തിൻ്റെ പേരെന്താ സാറേ? കോയിക്കൽ പുത്തൻ തുരുത്ത്. കോയിക്കൽ പുത്തൻ തുരുത്ത്. കോയിക്കൽ 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 പുത്തൻ തുരുത്തെന്നാണ്. അവിടെ ആ കാണുന്നതോ അത് നീണ്ടയുടെ പ്രദേശം, അതൊരു തുരുത്താണ്. അത് ശിവൻ തുരുത്ത് എന്ന് പറയും. ഒറ്റപ്പെട്ട ഒരു തുരുത്ത, ആളൊന്നും താമസമൊന്നും ആരും താമസമൊന്നുമില്ല. അത് നമ്മൾ ഈ പോയ തെക്കൻ ഭാഗത്തിന്റെ ഭാഗമല്ല, അത് നീണ്ടകരയുടെ ഭാഗമാണ്. ഓക്കെ, കോയിക്കൽ പുത്തൻ തുരുത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റിസോർട്ടാണ്. ഇതുപോലെ തന്നെ ആ ഭവാനി തുരുത്തിനെയും വേണമെങ്കിൽ ഒരു നല്ല റിസോർട്ടാക്കി മാറ്റാം. പക്ഷെ അത് ഇവിടുന്ന് കുറച്ച് ദൂരത്തായി പോയതുകൊണ്ടായിരിക്കാം അതങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ അതങ്ങനെ കിടക്കുന്നത്. ഇത് കോയിക്കൽ പുത്തൻ തുരുത്തിൻ്റെ വേറൊരു ഭാഗമാണ്, വേറൊരു വശമാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് തെക്കൻ ഭാഗത്തിൻ്റെ തന്നെ ഭാഗമായ വേറൊരു തുരുത്തിലേക്കാണ്. ആ തുരുത്തിൻ്റെ പേരെന്താ? പൂത്തുരുത്ത്. പൂത്തുരുത്ത്. പൂത്തുരുത്ത് എന്നാണ്. അതേ അങ്ങ് കാണുന്നതാണ് ഈ പറയുന്ന പൂത്തുരുത്ത്. കണ്ടു കഴിഞ്ഞാൽ ഒരു കണ്ടൽക്കാടാൽ മൂടപ്പെട്ട ഒരു തുരുത്ത് പോലെ, അല്ലെങ്കിൽ ഒരു ഐലൻഡ് പോലെ, ഒരു ദ്വീപ് പോലെ തോന്നിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെയും ഒരു ഫാമിലി ഉണ്ടെന്നാണ് പറയുന്നത്. അവരെ കാണാൻ പറ്റുമോ അറിയില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് കുറച്ച് പഴയ കാലത്തുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. കഥാപ്രസംഗം എന്ന ഒരു കലയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അതിൻ്റെ സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന കൊല്ലത്തുകാരനായ സാംബശിവൻ, അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു നമ്മൾ ഈ കാണുന്നത്. പക്ഷെ ഇപ്പോൾ അത് വേറെ ആരുടെ കൈവശമാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അദ്ദേഹം ഈ തെക്കുംഭാഗത്തുകാരനായിരുന്നു. ചവറൻ തെക്കുംഭാഗം ജനിച്ചു വളർന്ന ആളാണ്. അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു ബിൽഡിങ് തകർന്നൊക്കെ കിടപ്പുണ്ട് അവിടെ. ആ കാണുന്ന വീട്ടിലാണോ ഇപ്പോൾ ആള് താമസം? അതെ അതെ. അവരൊറ്റയ്ക്ക് അവിടെയാണ്? അതെ അതെ. അവിടെ പൈപ്പ് ശുദ്ധജലം കിട്ടുന്നുണ്ട്, കറണ്ടും ഉണ്ട്. ഓ ശരി. അവിടെ തുണിയൊക്കെ കഴുകി ഉണക്കാനിട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഷീറ്റ് അടിച്ചൊരു കുഞ്ഞു വീടാണ്. അവിടെ ഇപ്പുറത്തൊരു ചെറിയ വീടാണെങ്കിൽ അതിനേക്കാൾ നല്ലൊരു വീട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ആളുണ്ടോ ഇപ്പോൾ? ഇല്ലില്ല, അവർ അക്കരയിലോട്ട് മാറി. പ്രിയപ്പെട്ടവരെ, ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേശത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കുടിയേറി പാർത്ത കുറേ ജനങ്ങൾ. അവരിവിടെ വന്ന് ഓലക്കീറുകൾ കൊണ്ട് ഓലക്കൂരകൾ ഉണ്ടാക്കി അതിൽ താമസിച്ചു. ഉപജീവനത്തിനായി ഈ കായലിനെയും കടലിനെയും അവർ ആശ്രയിച്ചു. അങ്ങനെ അവരിവിടെ ജീവിച്ചു. അവരുടെ പിൻഗാമികളെയും ഇപ്പോഴത്തെ സാഹചര്യത്തെയുമാണ് തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതും. ഇവിടെ ഇങ്ങനെയും ചില സ്ഥലങ്ങളുണ്ടെന്നും ഇങ്ങനെയും ചില ജീവിതങ്ങളുണ്ടെന്നും അറിയാത്തവരെ അറിയിക്കുക എന്നതായിരുന്നു ഇന്നത്തെ ഈ വരവിൻ്റെ പ്രധാന ഉദ്ദേശം. നമ്മൾ ഓരോരുത്തരും കണ്ടുവല്ലോ, നഗരത്തിരക്കുകളുടെ ശബ്ദങ്ങളോ രൂപമോ ഭാവമോ ഒന്നുമില്ലാതെ ജീവിക്കാൻ ഒരു ചെറിയ ഇടം എന്ന ആശയത്തിന് ഉത്തമ ഉദാഹരണങ്ങളായി മാറുകയാണ് ഈ സ്ഥലവും ഇവിടെയുള്ള ജനങ്ങളും. വെള്ളത്താൽ ചുറ്റപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വള്ളങ്ങൾ അഥവാ തോണിയെ മാത്രം ആശ്രയിച്ച് ഒരു നടപ്പാലം പോലും ഇല്ലാതെ ജീവിക്കുകയാണ് അവരിവിടെ. ഇവർക്ക് ഇന്നിപ്പോൾ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതവരെന്നോട് പറയുകയും ചെയ്തു. എന്താണെന്നോ? ഞങ്ങൾക്കിവിടെ ഒരു പാലം വേണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നവും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ആ 4 ദ്വീപുകളിലെ വിശേഷങ്ങൾ, 4 തുരുത്തുകളിലെ വിശേഷങ്ങൾ. എന്തായാലും ഈ വീഡിയോ ഇങ്ങനെ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും